Hi friends, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഇൻട്രാഡേ ഷോർട്ട് സ്ട്രാങ്കിൾ എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചും അതുപോലെ ഒരു ഓപ്ഷൻ ബൈയിങ് സ്കാൽപ്പിംഗ് എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ്. ഇപ്പോൾ രാവിലെ 9:30 മാർക്കറ്റ് ബാങ്ക് നിഫ്റ്റി നിൽക്കുന്നത് 34,400ലാണ്. നമ്മൾ ബാങ്ക് നിഫ്റ്റിയിലാണ് ഷോർട്ട് സ്ട്രാങ്കിൾ ചെയ്യാവുന്നത്. അത് ആദ്യം പറഞ്ഞുതരാം. അപ്പോൾ 34,400 പുട്ട് ഓപ്ഷൻ്റെയും കോൾ ഓപ്ഷൻ്റെയും പ്രീമിയം നമ്മൾ ജസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഓൾമോസ്റ്റ് 800 പോയിൻ്റ് എബോവ് ഉണ്ട് രണ്ടും കൂടെ ടോട്ടൽ ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പോൾ മാർക്കറ്റ് ഉള്ളതിൻ്റെ ഒരു 800 പോയിൻ്റ് എബോവ് ഉള്ളൊരു കോൾ ഓപ്ഷനും സെല്ല് ചെയ്യുക, അതിൻ്റെ 800 പോയിൻറ്റ് താഴെയുള്ളൊരു പുട്ട് ഓപ്ഷൻസ് ഇല്ലേ. അപ്പോൾ നമ്മൾ 35,200ൻ്റെ ഒരു കോൾ ഓപ്ഷൻ സെല്ല് ചെയ്യുന്നു. അതുപോലെ തന്നെ ജസ്റ്റ് വാച്ച് ലിസ്റ്റിലേക്ക് ആദ്യം ആഡ് ചെയ്തിടുക. ഓക്കെ, 35,200 ആഡ് ചെയ്തിട്ടു. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, 34,400ൻ്റെ 800 പോയിൻറ്റ് ബിലോ ഉള്ള 33,600 പുട്ട് ഓപ്ഷനും നമ്മൾ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടു. ഓൾമോസ്റ്റ് അതിൻ്റെ പ്രീമിയം അവിടെ കാണാം, 164 താഴെ 130 ആ റേഞ്ചിലാണ്. അപ്പോൾ നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത്, ഷോർട്ട് സ്ട്രാങ്കിൾ ചെയ്യുന്നവർ രണ്ടും ഒരുമിച്ച് സെല്ല് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ജസ്റ്റ് നമുക്കൊരു ബാങ്ക് നിഫ്റ്റിയുടെ ഇപ്പോഴത്തെ പൊസിഷൻ ചാർട്ടിൽ നമുക്ക് നോക്കാം, ഒരു ട്രേഡിംഗ് വ്യൂവിൻ്റെ വെബ്സൈറ്റിൽ നോക്കാം. ഓൾമോസ്റ്റ് ആ റേഞ്ചിൽ നമുക്ക് കാണാം. ഓക്കെ, ഇനി നമ്മൾ 35,200 എന്ത് ചെയ്യുക, നമ്മൾ സെല്ല് ചെയ്യുക. ഓക്കെ, 2 ലോട്ടാണ്, 50 ക്വാണ്ടിറ്റി നമ്മൾ മാർക്കറ്റ് പ്രൈസിൽ സെല്ല് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇനി എന്ത് ചെയ്യാം, 33,600ഉം സെല്ല് ചെയ്യുക. വേണമെങ്കിൽ നമുക്ക് ഒരുമിച്ച് വേണമെങ്കിൽ സെല്ല് ചെയ്യാം കേട്ടോ. നമുക്ക് എന്ത് ചെയ്യാം, സ്ട്രാറ്റജി ബിൽഡർ പോയിട്ട് ഒരുമിച്ച് സെല്ല് ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെ സെപ്പറേറ്റ് സെല്ല് ചെയ്താലും മതി. ഓക്കെ, പെട്ടെന്ന് ചെയ്താൽ അത്രയും ഫാസ്റ്റായിട്ട് ചെയ്യണം എന്നുള്ള ബെറ്ററാണ്. ഓക്കെ, ഇതിപ്പോൾ നമ്മുടെ രണ്ട് സെൽ സൈഡും ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ, നമ്മുടെ പൊസിഷനിൽ നമുക്ക് അവിടെ സെല്ല് ചെയ്ത് കാണാം. 33,600 കോൾ ഓപ്ഷനും 35,200 പുട്ട് ഓപ്ഷനും അവിടെ 50 ലോട്ട് നമ്മൾ സെല്ല് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഓൾറെഡി എൻ്റെ ചെറിയ ലോസ് കാണിക്കുന്ന ഒരു അയൺ ഫ്ലൈ ഉണ്ട്. നെക്സ്റ്റ് 26th മെയ്യിലേക്കുള്ള അയൺ ഫ്ലൈ ആണത്. അത് നമ്മൾ വീക്കെൻഡ് ആകുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യുക, ലോസ് കുറച്ച് കൊണ്ടുവരും, അല്ലെങ്കിൽ ചില അവസാനം പ്രോഫിറ്റിലേക്ക് ആക്കും നമ്മൾ. ഇപ്പം നമ്മുടെ പൊസിഷൻസ് അവിടെ ഞാൻ ടിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് രണ്ട് നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ എടുത്ത സ്ട്രാങ്കിളിൻ്റെ ഓക്കെ ചെറിയൊരു പ്രോഫിറ്റിലാണല്ലേ മാർക്കറ്റിലുള്ളത്. ഇപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഒരു ബെറ്റർ ഓപ്ഷൻ എന്താ വെച്ചാൽ, നമ്മുടെ ഓപ്ഷൻ ഓപ്സ്ട്ര എന്ന വെബ്സൈറ്റിൽ പോയിട്ട് opstra.defineedge.com എന്ന് പറഞ്ഞ വെബ്സൈറ്റ് കാണാം. അതിൽ പോയിട്ട് എന്ത് ചെയ്യുക, നമുക്ക് നമ്മുടെ പൊസിഷൻസ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനു മുമ്പ് ഞാൻ നിങ്ങൾക്ക് വേറൊരു കാര്യം കാണിച്ചു തരാം. നമ്മൾ എങ്ങനെയാണ് രണ്ട് ഇതും കൂടി ഒരുമിച്ച് നമ്മൾ സെല്ല് ചെയ്യുക എന്നുള്ളത്. അവിടെ ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്ഷൻ ചെയിൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സ്ട്രാറ്റജി മോഡ് പറഞ്ഞ സംഭവങ്ങളില്ലേ റൈറ്റ് സൈഡിൽ, ഇവിടെ നിങ്ങൾക്ക് കാണാം സ്ട്രാറ്റജി മോഡ്. ഓക്കെ, ആ സ്ട്രാറ്റജി മോഡിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ രണ്ട് പൊസിഷനും ആ ഓപ്ഷൻ ചെയിനിൽ പോയിട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുമിച്ച് നമുക്ക് എൻട്രി എടുക്കാം. കാരണം ചില എൻട്രീസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ചിലത് നമ്മൾ എഗെയിൻസ്റ്റ് ആയിട്ട് പോയി ആ സൈഡിൽ ലോസ് വരും, പിന്നെ ആയിരിക്കും മറ്റേത് എൻട്രി എടുക്കുക. അപ്പോൾ എന്താണ്, നമ്മൾ ഒരുമിച്ച് എടുക്കുമ്പോൾ തന്നെ ആ പ്രോബ്ലംസ് വരില്ല. അപ്പോൾ ഏറ്റവും ബെറ്റർ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരുമിച്ച് എൻട്രി എടുക്കുന്നതാണ് ബെറ്റർ. ഈ ഒരു അപ്സ്റ്റോക്സിൻ്റെ ഒരു പ്ലാറ്റ്ഫോമിലും ഉണ്ട് ഇങ്ങനത്തെ ഒരു ഓപ്ഷൻസ്, അതുപോലെ സെറോദയിലുണ്ട് ഇങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായി ഒരുമിച്ച് ഇതേപോലെ എൻട്രി എടുക്കാം. ഇതിപ്പോൾ ഒരു സ്ട്രാഡിൻ്റെ എൻട്രി പോലെയാണ് കാണിച്ചത്. ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, മുകളിലുള്ളതും താഴെയുള്ളതും ഒരുമിച്ച് എൻട്രി എടുത്തിട്ട് ഒരുമിച്ച് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് എൻട്രി എടുത്താൽ മതി. സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഓൾറെഡി എടുത്തു കഴിഞ്ഞല്ലോ. ഇനി ഞാൻ കാണിച്ചു തരാം എങ്ങനെ ഓപ്സ്ട്രയിൽ നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ എൻട്രികൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിന് ഓപ്ഷൻ ഓപ്സ്ട്ര ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ പൊസിഷൻസ് അതിലേക്ക് ആഡ് ചെയ്യും. നമ്മൾ എത്രക്കാണോ എടുത്തത് എൻട്രീസ്, ആ ഒരു വാല്യൂസ് അവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. അതിന് നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പോൾ ഗെറ്റ് സ്റ്റാർട്ടഡിൽ പോവുക. നമ്മുടെ സ്ട്രാറ്റജി നമ്മൾ മേക്ക് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു സ്ട്രാറ്റജി എന്തിനാണ് ഓപ്സ്ട്രയിലേക്ക് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഈ ഒരു ത്രൂ ഔട്ട് ഡേ ഈ ഒരു ഷോർട്ട് സ്ട്രാങ്കിൾ നമ്മൾ കൊണ്ടുപോകും. ദിവസം അവസാനം വരെ നമ്മൾ അധിക ദിവസവും കൊണ്ടുപോകും. ഇനി ചിലപ്പോൾ ഇൻ കേസ് പ്രോഫിറ്റ് ഓൾറെഡി ആയിക്കഴിഞ്ഞാൽ നമുക്ക് ബുക്കിംഗ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ഓപ്സ്ട്രയിൽ സ്ട്രാറ്റജി ബിൽഡറിൽ ഇങ്ങനെ വരും. ഓക്കെ, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, അവിടെ ഓപ്ഷൻസ് പോയിട്ട് സെലക്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, നമുക്ക് നമ്മൾ ഏതാണ് എടുത്ത പൊസിഷൻസ് അത് ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 35,200 കോൾ ഓപ്ഷൻ അല്ലേ, സോറി 33,600ൻ്റെ പുട്ട് ഓപ്ഷൻ്റെ വാല്യൂ നമുക്ക് എന്ത് ചെയ്യുക, ഓപ്ഷൻ പ്രൈസ് എന്നുള്ളിടത്ത് പോയിട്ട് എഡിറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ എത്രക്കാണോ എടുത്തത് അതേ വാല്യൂ തന്നെ അവിടെ കൊടുക്കുക. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ എടുത്ത എൻട്രി പോയിട്ട് ഇവിടെ നോക്കിയതിന് ശേഷം ഇവിടെ ആ എൻട്രി അടിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, 35,200ൻ്റെ കോൾ ഓപ്ഷൻ എന്നിട്ട് ആഡ് പൊസിഷൻസ് കൊടുക്കുക. അതുപോലെ 35,200ൻ്റെ കോൾ ഓപ്ഷനും ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മളവിടെ അപ്സ്റ്റോക്സിൽ എടുത്ത അതേ എൻട്രി പ്രൈസിന് തന്നെ ഇവിടെ കൊടുക്കണം. ഓപ്ഷൻ പ്രൈസ് എന്നുള്ളിടത്ത് വേണമെങ്കിൽ നമുക്ക് ആ എടുത്ത പ്രൈസിലേക്ക് എൻട്രി ചെയ്ത് കൊടുക്കുക. കാരണം ഇപ്പോൾ ചെറിയൊരു മാറ്റം ഉണ്ടാകും. അങ്ങോട്ടും ഒരു എൻട്രി എടുത്തൊരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടായിരിക്കുമല്ലോ നമ്മൾ ഓപ്ഷൻ ഓപ്സ്ട്രയിൽ ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേ ഓഫ് ഗ്രാഫ് കിട്ടും. ഇത് നമുക്ക് വലുതാക്കി നോക്കാം. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാം പ്രോബബിലിറ്റി ഓഫ് പ്രോഫിറ്റ് 66% ഉണ്ട്.
അതായത് 66% ഉണ്ട് ഈ ഒരു ട്രേഡ് വിജയിക്കാൻ ചാൻസ്. മാക്സിമം പ്രോഫിറ്റ് അവിടെ കാണാം 7300. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, നമുക്കവിടെ എത്രയാണ് എസ്റ്റിമേറ്റഡ് മാർജിൻ കാണാം, 1 lakh സംതിങ് അവിടെ എസ്റ്റിമേറ്റഡ് മാർജിൻ ഉണ്ടല്ലോ. ഈ ട്രേഡ് എടുക്കാൻ 1,40,000 വേണം. ഓക്കെ, ഇനി നമുക്ക് ഗ്രീക്സിൽ പോയാൽ ഒരുപാട് ഗ്രീക്ക് കാണാം. ഈ ഒരു വാല്യൂ ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഡെൽറ്റ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ഇതിൽ കാണുന്ന ഡെൽറ്റ നോക്കിയിട്ടാണ് നമ്മൾ ഈ ട്രേഡ് കംപ്ലീറ്റ് കൊണ്ടുപോകുക. ത്രൂ ഔട്ട് ദ ഡേ ഈ ഒരു ഡെൽറ്റ നോക്കിയിട്ടാണ് കൊണ്ടുപോകുക. അവിടെ ഡെസിമൽ പോയിന്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 0.2 ഡെൽറ്റയാണെന്ന് മനസ്സിലാക്കാം. നമ്മൾ എടുത്തത് എന്താണ്, ഔട്ട് ഓഫ് ദ മണി ആയതുകൊണ്ട് 0.2 ആണ് അതിൻ്റെ ഡെൽറ്റ. അപ്പോൾ ഡെസിമൽ ഒഴിവാക്കി നമ്മൾ 20 റേഞ്ച് തന്നെ കൊടുക്കുക. നമ്മൾ എന്താണ് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, ഈ ഡെൽറ്റ മാനേജ് ചെയ്യാണ് ത്രൂ ഔട്ട് ദ ഡേ ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക, നമുക്ക് ഷോർട്ട് സ്ട്രാങ്കിൾ വലിയ മൂവ് ഉണ്ടെങ്കിലും പോലും എന്താണ് ലോസ് ഇല്ലാതെ രക്ഷപ്പെടാം. ഇവിടെ നമുക്ക് പോയിട്ട് സേവ് ചെയ്യാം നമ്മുടെ സ്ട്രാറ്റജികൾ. ഓക്കെ, എപ്പോഴും എന്ത് ചെയ്യുക, ഒരു ഷോർട്ട് സ്ട്രാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കൺസോൾട്ടേഷനാണ് മാർക്കറ്റെങ്കിൽ നമുക്ക് എപ്പോഴും പ്രോഫിറ്റ് ആയിരിക്കും, ടെൻഷനില്ല. ഓക്കെ, അപ്പം ഒരു ഓപ്പോസിറ്റ് ഒരു 1 ഡയറക്ഷണൽ മൂവാണ് മാർക്കറ്റിലെങ്കിൽ നമുക്ക് ലോസ് തരും ഷോർട്ട് സ്ട്രാങ്കിൾ. പക്ഷേ നമ്മൾ എന്ത് ചെയ്യും, ഡെൽറ്റ അഡ്ജസ്റ്റ്മെൻറ്റ് വഴി നമ്മുടെ ലോസ് നമ്മൾ കുറച്ചിട്ട് പ്രോഫിറ്റിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തും. അതാണ് ഈ ഒരു ട്രേഡിൽ ഞാൻ ചെയ്യാറുള്ളത്. സിമ്പിളാണ്, എല്ലാവർക്കും ഫോളോ ചെയ്യുന്ന സിസ്റ്റമേ ഉള്ളൂ. ഓക്കെ, ഡെൽറ്റ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ട്രേഡുകൾ മുന്നോട്ട് കൊണ്ടുപോകുക, അത്രയേ ഉള്ളൂ ഇതിൻ്റെ സിമ്പിളായിട്ട് കാര്യം. ഇനി നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റ് ജസ്റ്റ് ഒന്ന് നോക്കാം. ഈ ഒരു നമുക്ക് ട്രേഡിംഗ് വ്യൂവിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണാം. നമുക്ക് മാർക്കറ്റിൻ്റെ ഏകദേശം ഒരു ഏരിയ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ. നമുക്കിവിടെ കാണാം എന്താണ് 34,500 റേഞ്ചിലൊരു ഓപ്പൺ ഇൻട്രസ്റ്റ് കോൾ ഓപ്ഷനിലുണ്ട്. അതുപോലെ തന്നെ പുട്ട് ഓപ്ഷനിൽ എന്ത് ചെയ്യുന്നുണ്ട്, 34,000 നല്ല ഓപ്പൺ ഇൻട്രസ്റ്റ് ഉണ്ട്. അതായത് 34,000 അടിയിലേക്ക് മാർക്കറ്റ് ഇറങ്ങാനും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. മുകളിലെ ഏരിയ ഏറ്റവും കൂടുതലുള്ളത് 35,000 എന്ത് ചെയ്യുക, നല്ലൊരു കോൾ ഓപ്ഷനിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉണ്ട്. അത് മാർക്കറ്റ് ഇന്നത്തെ ഒരു റേഞ്ച് ഞാൻ പറയുകയാണെങ്കിൽ 35,000-നും 34,000 ഇടയിൽ നിൽക്കാനാണ് ചാൻസ് ഇന്നത്തെ മാർക്കറ്റിൽ. നമ്മൾ ഓപ്പൺ ഇൻട്രസ്റ്റ് കണ്ടിട്ട് മനസ്സിലാവുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, മാക്സ് പെയിൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. മാക്സ് പെയിൻ എന്ന് പറഞ്ഞാൽ ഈ മാർക്കറ്റ് ഇപ്പോൾ ഉള്ള ഏരിയയിൽ നിന്ന് എങ്ങോട്ട് പോകാനാണ് കൂടുതൽ ചാൻസ് എന്നുള്ളതാണ് ആ മാക്സ് പെയിൻ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാവുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കിയിട്ട് നമുക്കൊരു മാർക്കറ്റിനെ ഏകദേശം പ്രൊഡിക്റ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ആ ഉദ്ദേശിച്ച ഏരിയയിൽ നിന്ന് മാർക്കറ്റ് പുറത്തേക്ക് പോകാൻ എന്ത് ചെയ്യും, നമ്മുടെ സ്ട്രാറ്റജിയിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യും. അതുപോലെ ഡെൽറ്റയും നോക്കും. രണ്ടും നോക്കിയിട്ടാണ് നമ്മുടെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുക. ഒരു 1,000 പോയിൻ്റ് മാർക്കറ്റ് മൂവ് ചെയ്ത ദിവസം പോലും ഞാൻ ഷോർട്ട് സ്ട്രാങ്കിൾ എന്ത് ചെയ്യുന്നത്, ചെറിയൊരു പ്രോഫിറ്റിൽ ഇറങ്ങാൻ പറ്റിയിട്ടുണ്ട്. അതായത് നമ്മൾ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ഒരു ഓപ്ഷൻ സെല്ലറുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം. പക്ഷേ നമുക്ക് ഹ്യൂജ് ആയിട്ടുള്ളൊരു പ്രോഫിറ്റ് ഒന്നും ഓപ്ഷൻ സെല്ലിംഗ് നിന്ന് കിട്ടില്ല, ഒരു ഡീസൻറ്റ് എമൗണ്ടേ കിട്ടുള്ളൂ. പക്ഷേ നമുക്ക് കൺസിസ്റ്റൻസി ഉണ്ടാവും അതിൽ. വീഡിയോ ഞാൻ തൽക്കാലം ഒന്ന് പോസ്റ്റ് ചെയ്യുക. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ അപ്ഡേറ്റ് തരാം ഈ ഒരു ട്രേഡിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത്. ഇപ്പോൾ ഓൾമോസ്റ്റ് 1 മണി കഴിഞ്ഞ് 1:15 ആയിട്ടുണ്ട്. നമ്മുടെ ട്രേഡ് നമ്മൾ ഓൾറെഡി പ്രോഫിറ്റിലാണ് ഇപ്പോൾ ഉള്ളത് അല്ലേ. നമ്മൾ എത്രക്കാണ് എൻ്റെ അടുത്ത് ഇവിടെ നമുക്ക് നമ്മുടെ ചാർട്ട് നോക്കാം. ഓൾറെഡി നമ്മൾ 34,400 ആയ സമയത്താണ് സ്ട്രാങ്കിൾ എടുത്തത്. പക്ഷേ ഇപ്പോൾ മാർക്കറ്റ് എന്താണ് 34,700 റേഞ്ചിൽ, അതായത് 700 പോയിൻറ്റ് നമ്മൾ എടുത്തോടുന്ന് മുകളിലേക്ക് കയറിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, സ്ട്രാങ്കിളിൽ എപ്പോഴാണ് നമുക്ക് ലോസ് വരിക, ഒന്നുകിൽ നല്ലൊരു മൂവ്മെൻറ്റ് വരുമ്പോൾ നമുക്ക് ലോസ് വരും, അല്ലെങ്കിൽ താഴേക്കോ മുകളിലേക്കോ മൂവ്മെൻറ്റ് വരുമ്പോൾ നമ്മൾ ലോസ് വരും. പക്ഷേ ആ ലോസ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ നമ്മളെ അടുത്തൊരു സിസ്റ്റം ഉണ്ട് കേട്ടോ. ആ സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്താൽ നമുക്ക് ലോസ് വളരെ കുറച്ചേ വരുള്ളൂ. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ എടുത്തെടുത്ത് 34,400 ആയിടത്ത് എടുത്തു. ഇപ്പോൾ 700 റേഞ്ചിൽ മാർക്കറ്റ് എത്തി അല്ലേ. അതായത് 300 പോയിൻറ്റ് നമ്മൾ എടുത്ത ഏരിയയിൽ നിന്ന് 300 പോയിൻറ്റ് മാർക്കറ്റ് മുകളിലേക്ക് റേഞ്ചിലേക്ക് കയറിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ പോയി നോക്കാം. 35,200-ഉം 33,600 റേഞ്ച് എന്താണ്. ഒന്നിൽ 3,000 സംതിങ് പ്രോഫിറ്റും മറ്റേതിൽ 2,000 സംതിങ് ഉണ്ട് അല്ലേ. ഈ ഒരു സമയം കൊണ്ട് 2-3 മണിക്കൂർ കൊണ്ട് നമ്മൾ കൺസോൾഡേറ്റ് ചെയ്ത് കിട്ടിയ പ്രോഫിറ്റാണ്. ഇത് രണ്ടും നമുക്ക് ഒരുമിച്ച് സെലക്ട് ചെയ്തിട്ട് സ്ക്വയർ ഓഫ് ചെയ്യാം. അപ്പോൾ ഓൾറെഡി നമുക്ക് 1,000 പ്രോഫിറ്റ് ആയിട്ടുണ്ട്. വേണമെങ്കിൽ വെക്കാം, മാർക്കറ്റ് ഇനി താഴേക്ക് തന്നെ ഇറങ്ങിയാൽ നമുക്ക് 2,000-3,000 പ്രോഫിറ്റ് എടുക്കാം. പക്ഷേ ഞാനിത് ഈ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചു തരാനാണ് എങ്ങനെയാണ് സ്ട്രാങ്കിൾ ചെയ്യുക എന്നുള്ളത്. നോർമലി നമ്മുടെ സിസ്റ്റം അനുസരിച്ചിട്ട് നമ്മൾ 9:30 എൻട്രി എടുത്താൽ 3:30 ക്ലോസ് ചെയ്യുള്ളൂ. അതിൻ്റെ ഉള്ളിൽ എങ്ങനെ മാർക്കറ്റ് വന്നാലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ പൊസിഷൻ കൊണ്ടുപോകും. നമുക്ക് ചില എക്സിറ്റ് ക്രൈറ്റീരിയസ് ഉണ്ട്, അത് മീറ്റ് ചെയ്താൽ മാത്രമേ നമ്മൾ എക്സിറ്റ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ 3 മണി വരെ നമ്മുടെ ട്രേഡ് മുന്നോട്ട് കൊണ്ടുപോകും. ഓക്കെ, അപ്പോൾ ഇതിന് ഞാൻ എന്തിനാണ് ഇപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് എക്സാമ്പിൾ കാണിച്ചിട്ടാണല്ലോ എങ്ങനെ ചെയ്തത്. ഇപ്പോൾ പലരും ചെയ്യുന്നുണ്ട്, ഓപ്ഷൻ ബൈയിങ് ചെയ്ത് ഒരുപാട് ലോസ് വന്ന ആളുകളുണ്ട്. അവർ എന്താ ചെയ്യുക, വീണ്ടും ഓപ്ഷൻ ബൈയിങ് ചെയ്തിട്ട് ആ പോയ ലോസ് പെട്ടെന്ന് കിട്ടണം എന്നുള്ള ചിന്താഗതിയിൽ വീണ്ടും ട്രേഡ് ചെയ്ത് റിവെഞ്ച് ട്രേഡ് ചെയ്ത് ഉള്ള ക്യാപിറ്റൽ മുഴുവൻ തീർക്കുന്നു. പക്ഷേ അങ്ങനെയുള്ള ആളുകളെ എപ്പോഴും നമ്മൾ നിങ്ങൾ ഈ
അവിടെ വെച്ച് ട്രേഡ് നിർത്തുക, എന്നിട്ട് പഠിക്കുക ഇതിനെക്കുറിച്ച്, എന്നിട്ട് നിങ്ങൾ ചെയ്യുക. ഓക്കെ, പഠിച്ച് കഴിഞ്ഞിട്ട് നിങ്ങളൊരു സിസ്റ്റം ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് ലോസ് വന്നാലും പ്രോഫിറ്റ് ആയാലും നിങ്ങൾ ഒരേ ഹാപ്പി ആയിരിക്കണം. അതായത് ലോസ് വരുമ്പോൾ ഭയങ്കര ടെൻഷനും പ്രോഫിറ്റ് വരുമ്പോൾ അങ്ങനെ ആ ഒരു ചിന്ത ഉണ്ടാവില്ല. കാരണം നമ്മളൊരു സിസ്റ്റം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സിസ്റ്റം ഉണ്ട്, ആ സിസ്റ്റം കറക്റ്റ് ആണെങ്കിൽ നമ്മൾ ഓക്കെയാണ്. സിസ്റ്റം ഇടയ്ക്ക് പാളി പോവാം, അപ്പോൾ ആ സമയത്ത് നമുക്ക് ലോസും ബുക്ക് ചെയ്യേണ്ടി വരും. അത്രയുള്ള കാര്യങ്ങൾ. ഓക്കെ, ഇനി ഞാൻ ചെയ്തൊരു ഓപ്ഷൻ ബൈയിങ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഓപ്ഷൻ ബൈയിങ്ങിൽ ഞാൻ ചെറിയൊരു സ്കാൽപ്പ് ചെയ്തിട്ട് പ്രോഫിറ്റ് എടുത്തിട്ടുണ്ട്. ഇവിടെ കാണാം നിങ്ങൾക്ക് ഒരു 1645 റേഞ്ചിൽ 34,500ൻ്റെ ഒരു എന്താണ് പുട്ട് ഓപ്ഷനാണ് ഞാൻ വാങ്ങിയത്. ആ ഒരു എൻട്രീൻ്റെ റീസൺ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതിന് മുമ്പത്തെ ഞാൻ പറഞ്ഞില്ലേ, പ്രീവിയസ് ലെവൽസ് നമ്മൾ എപ്പോഴും സിസ്റ്റത്തിൽ എന്ത് ചെയ്യണം, മാർക്ക് ചെയ്ത് വെക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ട് എടുത്ത് കഴിഞ്ഞാൽ അവിടെ കാണാം സപ്ലൈ സോൺ ചേഞ്ച് ഓഫ് റിജക്ഷൻ ഞാൻ എഴുതി അവിടെ കണ്ടില്ല. അതായത് മാർക്കറ്റ് 34,650 റേഞ്ചിലെത്തിയപ്പോൾ എന്ത് ഞാനൊരു ബുക്ക് ചെയ്തു, വാങ്ങി. കാരണം ആ ഒരു റേഞ്ച് എന്താണ്, പ്രീവിയസ് ടൈമിലെ സപ്ലൈ സോണായിരുന്നു. മുന്നേ ഇതിന് 4-5 ദിവസം മുന്നേ ആ റേഞ്ച് വരെ മാർക്കറ്റ് എത്തിയിരുന്നു, അവിടുന്ന് വീണ്ടും താഴേക്ക് വന്നത്. അപ്പോൾ അതൊരു നല്ലൊരു സപ്ലൈ സോണാണ്. അപ്പോൾ ആ ഒരു ഏരിയയിൽ എത്തിയപ്പോൾ വീണ്ടും നമുക്ക് എൻട്രി എടുക്കാൻ ചാൻസ് ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ വീണ്ടും ഒരു എൻട്രി എടുത്തു. അത്രേ ഉള്ളൂ, ഒരു സ്കാൽപ്പ് ചെയ്തു, അവിടുന്ന് എൻട്രി എടുത്തു. ഒരു 30-32 പോയിന്റ് കിട്ടിയപ്പോൾ ഞാൻ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. അത്രേ ഉള്ളൂ എൻ്റെ ഒരു കേസ്. അപ്പോൾ നമ്മൾ എൻ്റെ ആ ഒരു ട്രേഡിലെ സ്റ്റോപ്പ് ലോസ് വെറും 10 പോയിൻ്റ് ആയിരുന്നു. കാരണം എക്സാക്റ്റ് പോയിന്റിൽ ഞാൻ എൻട്രി എടുത്തു. അതിൻ്റെ ഒരു 1:3 ഞാൻ ഒരു നമ്മുടെ എന്ത് ചെയ്തു, ടാർജറ്റും വെച്ചു. അത്രേ ഉള്ളൂ. ഇനി നിഫ്റ്റിയിലും ചെറുതായിട്ടൊന്ന് സ്കാൽപ്പ് ചെയ്തിരുന്നു. ആ ഒരു കറക്റ്റ് ട്രെൻഡ് ലൈൻ ഞാൻ വരച്ചില്ല. ഒരുപാട് ടൈമിൽ ആ ട്രെൻഡ് ലൈനിൽ തട്ടി മാർക്കറ്റ് റിവേഴ്സ് ചെയ്തിട്ടുണ്ടല്ലേ. ഒരു അപ് ട്രെൻഡിൽ നമ്മൾ ട്രെൻഡ് ലൈൻ വരച്ച് കഴിഞ്ഞാൽ എങ്ങനെ കിട്ടും. അങ്ങനെ ചെറുതായിട്ടൊന്ന് ഡിപ്പാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും വാങ്ങിയിട്ട് ഒന്ന് സ്കാൽപ്പ് ചെയ്തായിരുന്നു. അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എൻട്രീസ് എടുക്കുന്ന സമയത്ത് എന്താണ്, ഇങ്ങനെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് വ്യക്തമായി പഠിച്ചതിന് ശേഷം എൻട്രി എടുത്താൽ ഒരുപാട് നമുക്ക് മാറ്റം വരും. ഇപ്പോൾ നമുക്കിവിടെ കാണാം, നമ്മുടെ നേരത്തെ എടുത്ത സ്ട്രാറ്റജി സ്ട്രാങ്കിളിൽ നമ്മുടെ ഡെൽറ്റ ഡിഫറൻസ് 12 ഇവിടെ കാണാം. പൊസിഷണൽ ഗ്രീസ് എന്നുള്ളിടത്ത് അവിടെ ഡെൽറ്റ ഡിഫറൻസ് കാണാം 12 എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആ ഒരു ഡെൽറ്റ ഡിഫറൻസ് നമ്മളൊരു റേഞ്ച് നമുക്കൊരു റേഞ്ച് ഉണ്ട്, ആ റേഞ്ച് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുള്ളൂ. ആ ഒരു പൊസിഷണൽ ഡെൽറ്റ നമ്മുടെ റേഞ്ച്, നമുക്കൊരു റേഞ്ച് 20 എബോവ് ഡിഫറൻസ് വരുമ്പോഴേ നമ്മൾ ഡെൽറ്റ വരുമ്പോഴേ എന്ത് ചെയ്യുള്ളൂ, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുള്ളൂ. ഇനി എന്താണ് ഡെൽറ്റ ഗാമ തീറ്റ ഒന്നും അറിയാത്തവർ ടെൻഷൻ ആവേണ്ട, ഈസി ആയിട്ട് ഇതെല്ലാം പഠിക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ഓപ്ഷൻസിനെ കുറിച്ചുള്ള ഒരു കോഴ്സ് ചെയ്യുന്നുണ്ട്. അതായത് ഓപ്ഷൻസിൻ്റെ ബേസിക്സ് മുതൽ അഡ്വാൻസ്ഡ് ലെവൽ വരെയുള്ള. അപ്പോൾ പഠിക്കാൻ ആഗ്രഹമുള്ള ആളുകൾക്ക് ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാം. വളരെ ചെറിയൊരു ഫീ ഉള്ളൂ. ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു. നമുക്ക് എല്ലാ ഓപ്ഷൻ ബൈയിങ്, സെല്ലിങ്, പ്രൈസ് ആക്ഷൻ എല്ലാം നമ്മുടെ ഈ കോഴ്സിൽ ഇൻക്ലൂഡഡ് ആണ്, വളരെ ചെറിയൊരു എമൗണ്ടിൽ. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ള ആളുകൾ എന്നെ വാട്സപ്പ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.